ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചീസി ഗാർലിക് ടോസ്റ്റ്. നമ്മുടെ പിസയെക്കാട്ടിയൊക്കെ 10 മടങ്ങ് ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു ഡിഷാണിത്. ഉരുണ്ട വെളുത്തുള്ളി എടുത്ത് അത് നമ്മുടെ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചുട്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അകം കരിയാൻ പാടില്ല, പക്ഷെ അതിൻ്റെ തൊലി കുറച്ചൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ അത് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പീസ് ബട്ടറാണ് നമ്മൾ എടുക്കുന്നത്. ബട്ടർ നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചുട്ടു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ചതച്ച് അതും കൂടെ നമ്മുടെ ബട്ടറിന്റെ മിക്സിലോട്ട് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അതൊന്നും കൂടെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ മല്ലിച്ചീരയാണ്. അത് നല്ല കുനുകുന ചോപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ മിക്സിലോട്ട് നമ്മൾ കുനുകുന ചോപ്പ് ചെയ്ത നമ്മുടെ മല്ലിച്ചീരയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. മല്ലിച്ചീരയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞു കളയാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. നമ്മളിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ നമ്മുടെ ഒറിഗാനോയാണ് അതിനകത്തോട്ട് ഇട്ടത്. ഒറിഗാനോയും കൂടെ ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ നമുക്ക് ആവശ്യമാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ആ ഫോർക്കും വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. ശേഷം അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രധാന ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ബ്രെഡിനെ എടുക്കുകയാണ്. ഞാനിവിടെ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈവനായിട്ട് 3 ബ്രെഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൊസറല്ല ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ മക്കളെ. പിന്നെ ഓവനുള്ളവർക്കാണെങ്കിൽ സിമ്പിളാണ്, അതിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. നമുക്കതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പാനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡിനെ നമ്മൾ പാനിൽ വെച്ച് അടച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ്സ് കറക്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഗാർലിക് ചീസ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. വളരെ ക്വിക്കായിട്ട് നമ്മുടെ കുട്ടികൾക്കും വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.